നിങ്ങൾ തമ്മിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു? എനിക്ക് അത്ര ഉറപ്പാണ് ഉണ്ടെന്ന്. എനിക്ക് ഉറപ്പാണ് ഉണ്ടെന്ന്. എനിക്ക് കാണും. ഉണ്ട് ഉണ്ട്. വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. ഹലോ ഹലോ, കേൾക്കുന്നില്ല കേൾക്കുന്നില്ല. ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നുമുണ്ട്. അത് ഒരു സ്മൈലി, ചുംബനത്തിന്റെ ഒരു സ്മൈലി അതൊന്നും അയച്ചിട്ടില്ല. അയ്യേ, ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ല. ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. സ്മൈലി ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. ഈ പറഞ്ഞ രണ്ട് കാര്യവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ്. എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ്. ഇതൊന്നും മറക്കരുത്. എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് ഹിം. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയുന്നത്. സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട്. ഈ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. നമ്മൾ എല്ലാവരും ഉണ്ട്, കുറെ പേര്, എല്ലാം ഫ്രണ്ട്സ് ആണ്. ഞാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. എന്നിട്ട് ഉമ്മ വാരിക്കോരി ഉമ്മ കൊടുക്കാറുണ്ടോ? അല്ല, കൂടുതൽ അടുത്താ കൊടുക്കൂല നമ്മൾ. അതുകൊണ്ട് ഞാൻ ഇത്ര നേരം അടുക്കാൻ തുടങ്ങിയിട്ടേ ഒരെണ്ണം പോലും കിട്ടിയില്ല. അതിന്റെ ഒരു എന്താണ് ഐക്കോൺ സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്. അതെന്റെ ഒരു സ്നേഹപ്രകടനം. ദാറ്റ്സ് ഓൾ. അതിനെ നിങ്ങൾ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് പ്ലീസ്. ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ പുള്ളിക്കാരൻ, കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ. ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. അപ്പൊ ഞാൻ ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം എന്നറിഞ്ഞൂടാ. ബോധമില്ലാത്ത സ്ത്രീ. സിംഗിൾ പേരന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. പണമാണോ പ്രശ്നം? അതെ, അത് തന്നെയാണ് പ്രശ്നം. പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണോ? നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളും ഉണ്ടാവും. അന്യന്റെ കാശ് കൊണ്ട് ജീവിക്കാൻ നാണമില്ലടാ നിനക്കൊക്കെ. ഞാൻ 25,000 ഞാൻ ചോദിച്ചു. നിങ്ങൾ പ്രതിയോട് കുറച്ച് പണം ചോദിച്ചിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച തുക കിട്ടിയില്ലെന്ന് മാത്രമല്ല, അപ്പൊ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു. സോറി ട്ടോ, ഞാൻ ടൈറ്റ് ആണ്. ഉള്ള കാര്യം പറയാലോ, എന്റെ ഒരു 10 പൈസ എടുക്കാനില്ല. ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. സ്വാഭാവികമായും നിങ്ങൾക്ക് ദേഷ്യം വന്നു. നമ്മൾ 25,000 രൂപ ആദ്യം ചോദിച്ചു, പിന്നീട് 1,00,000 രൂപ കസിൻ ചോദിച്ചു. 1 രൂപയും തന്നിട്ടില്ല. 1 രൂപ പോലും മിനുവിന് പുള്ളിയെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല. ചുമ്മാ ഒരു 5 പൈസയുടെ ഗുണം ഉണ്ടായിട്ടില്ല. ഒരു 10 രൂപയെങ്കിലും മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല.